കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളുടെ സ്കൂൾ സമയമാറ്റം നിലവിൽ വന്നിരിക്കുകയാണ്. സ്കൂളിൻ്റെ പഠനത്തിൻ്റെയൊക്കെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയ ലക്ഷ്യത്തിലാണ് പഠനത്തിൻ്റെ സമയം കൂട്ടുക, 8 പീരീഡാക്കുക എന്നുള്ള സംവിധാനം വന്നിട്ടുണ്ട്. ഇതെങ്ങനെയായിരിക്കും പഠനത്തെ ഗുണകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടോ? വിദ്യാർത്ഥികളെ ഇതെങ്ങനെയൊക്കെ ആയിരിക്കും ബാധിക്കാൻ സാധ്യതയുള്ളത്? ഈ അധ്യയന സമയം എന്ന് പറയുന്നത് ഒരു വർഷം, അധ്യയന ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒരു വർഷം 200 ദിവസവും ഒരു ദിവസം 5 മണിക്കൂർ വെച്ച് 1000 മണിക്കൂർ. ഈ ഒരു കൺസെപ്റ്റ് ഏതാണ്ട് 15 വർഷം മുൻപത്തെ കേരള കരിക്കുലത്തിൽ വെച്ചതാണ്. 1000 മണിക്കൂർ അധ്യയനം നടക്കുന്നത്. പക്ഷേ പലതുകൊണ്ടും ഇത്തരത്തിൽ 1000 മണിക്കൂർ അധ്യയനം നടത്താൻ പല സാഹചര്യങ്ങളിലും കേരളത്തിൽ സാധിക്കാതെ പോയി. അപ്പോൾ 200 ദിവസം 1000 മണിക്കൂർ എന്നതിന് പകരം നമുക്ക് കിട്ടുന്ന ദിവസങ്ങളിൽ പരമാവധി മണിക്കൂറുകളുടെ അളവ് കൂട്ടുക എന്നതാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഒരു നയം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അധ്യാപകർ എപ്പോഴും പറയാറ്, കോമ്പിറ്റൻസി വർദ്ധിപ്പിക്കണമെങ്കിൽ, സിലബസുകളിലുള്ള പാഠഭാഗങ്ങൾ പഠിപ്പിച്ച് തീർക്കണമെങ്കിൽ സമയം തികയുന്നില്ല എന്നതാണ്. അത്തരത്തിലുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു സമയമാറ്റം ആരംഭിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അധ്യാപകരുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശത്തിൻ്റെ ഒരു റിസൾട്ടായിരിക്കണം അത്. ഇതെങ്ങനെയായിരിക്കും കുട്ടികളെ, വിദ്യാർത്ഥികളെ ഇതെങ്ങനെയായിരിക്കും ഇപ്പോൾ ബാധിക്കാൻ പോകുന്നത്? പ്രത്യേകിച്ച് കുട്ടികളിൽ പഠന സമയം എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്ത് സ്കൂളിൽ നിന്ന് കിട്ടുന്നതെല്ലാം കരിക്കുലത്തിൻ്റെ ഭാഗം തന്നെയാണ്. അത് ക്ലാസ് റൂമിൻ്റെ അകത്ത് മാത്രം കിട്ടുന്നതല്ല. അപ്പോൾ സ്വാഭാവികമായും കുട്ടികൾ ക്ലാസ് റൂമിൻ്റെ അകത്ത് മാത്രം ഇരിക്കുന്നതിന് പകരമായി കുട്ടികളുടെ ഒരു വിശാലമായ ലോകം ക്രിയേറ്റ് ചെയ്യാൻ ഈ മണിക്കൂറുകൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ കൂടുതൽ മെച്ചമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അതായത് സമയമാറ്റം എന്നുള്ളത് പ്രത്യേകിച്ചും നമ്മൾ 4 മണിൻ്റെ ശേഷം അല്ലെങ്കിൽ സ്കൂൾ സാധാ കഴിയുന്ന സമയത്തിലേക്ക് വീണ്ടും അപ്പുറമായിട്ട് പോകുമ്പോഴേ നമ്മൾ സമയം ദൈർഘിപ്പിക്കുക എന്നതിലപ്പുറമായിട്ട് നിലവിൽ നടക്കുന്ന പാഠ്യേതര പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊരു അഭിപ്രായമാണ് എനിക്ക് പ്രകടിപ്പിക്കാനുള്ളത്. കാരണം വിദ്യാഭ്യാസം എന്നതുകൊണ്ട് നമ്മൾ അതായത് പഠന കാര്യങ്ങൾ കുട്ടികളിലേക്ക് ഒരു ഇൻഫർമേഷൻ ട്രാൻസ്ഫർ എന്നതിലപ്പുറമായിട്ട് അവർക്ക് വേണ്ട കോമ്പിറ്റൻസികൾ ഉറപ്പുവരുത്താനുള്ള നടപടികളാണ് ചെയ്യേണ്ടത്. അത് കാര്യക്ഷമമായി ചെയ്യുകയാണെങ്കിൽ നിലവിലുള്ള സമയം തന്നെ പര്യാപ്തമാവും എന്നൊരു അഭിപ്രായമാണ് എനിക്ക് പ്രകടിപ്പിക്കാനുള്ളത്. ഓക്കെ, സമയത്തിൻ്റെ ഒരു ചർച്ചയിൽ ഇതാണ് സമയം ദൈർഘിപ്പിക്കുക എന്നുള്ളിടത്തേക്ക് വന്നിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ അക്കാഡമിക് ഇയർ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് 2 മാസത്തെ ഒരു മധ്യവേനൽ അവധി കേരളത്തിൽ വരുന്നുണ്ട്. ഇത് മുമ്പും എങ്ങാണ്ടോ ഫിക്സ് ചെയ്തു പോയിരിക്കുന്ന ഒരു ആചാരം പോലെ നടക്കുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനെ ഒന്ന് വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കാലാനുസൃതമായിട്ട് പരിഷ്കരിച്ച് ഒരു വർഷത്തിൽ തുടർച്ചയായിട്ട് 2 മാസം അവധി കൊടുക്കുന്നതിന് പകരം 6 മാസം കൂടുമ്പോൾ 1 മാസം അവധി കൊടുത്ത് കുട്ടികളൊന്നും കൂടെ റിലാക്സ് ആക്കാൻ നമുക്ക് പറ്റും. ഇനി ഈ 2 മാസം നിരത്തിൽ കൊടുക്കേണ്ടതുണ്ടോ, അതിന് നമുക്ക് കുറച്ച് ദിവസങ്ങൾ കണ്ടുപിടിച്ച് ദിവസങ്ങൾ ഇങ്ങോട്ടെടുത്ത് ദിവസങ്ങൾ കൂട്ടിയിട്ട് നമുക്ക് സമയം കൂടുതൽ കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതാണ്. സമഗ്ര ഗുണമേന്മ പദ്ധതി എന്നൊരു പ്രോജക്റ്റാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഒരുപാട് ചർച്ചകളും അതിൻ്റെ വലിയ ആസൂത്രണങ്ങളും നടന്നു കഴിഞ്ഞു. അതിൻ്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങിയുള്ളൂ എന്നാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. ഈ അഡീഷണലായിട്ട് നമ്മൾ കൂട്ടുന്ന സമയം മറ്റു രീതിയിൽ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതായത് അധ്യാപകൻ വീണ്ടും ക്ലാസ്സിൽ വന്ന് കുട്ടികളെ ഡോമിനേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഓരോ ക്ലാസ്സിലും പഠന പുരോഗതിയുള്ള അല്ലെങ്കിൽ ഹൈ അച്ചീവേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് ഒരു പിയർ ലേണിങ്ങിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ പറ്റുന്നതാണ്. കാര്യക്ഷമമായിട്ട് ഓരോ ക്ലാസ്സിലും ഇത്തിരി ലേണിംഗ് ബാക്ക്വേർഡ്നെസ്സുള്ള കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോ അച്ചീവേഴ്സ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ അധ്യാപകൻ്റെ ഒരു സാന്നിധ്യത്തിൽ പഠിപ്പിക്കുന്ന ഒരു രീതിയായിട്ട് വേണമെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യുന്നാൽ ഒന്നും കൂടി നന്നായിരിക്കുമെന്ന ഒരു അഭിപ്രായം ഉണ്ട്. കേരളത്തിൽ നമുക്ക് പൊതുവിദ്യാലയങ്ങളിലാണ് ഇപ്പോൾ സമയക്കുറവ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്വകാര്യ വിദ്യാലയങ്ങൾ, പ്രത്യേകിച്ച് CBSE സ്ട്രീമിലുള്ള സ്കൂളുകളൊക്കെ നേരത്തെ ശനിയാഴ്ച പ്രവൃത്തി ദിവസമാണ്. അവർക്ക് 1000 മണിക്കൂറിലധികം പലപ്പോഴും ഒരു വർഷം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പുതിയ ഈ ചൂടുമാറ്റം നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ വിദ്യാർത്ഥികളുടെ സമയം ദൈർഘിപ്പിക്കുന്നതിലൂടെ, അത് നീട്ടുന്നതിലൂടെ അവരുടെ കോമ്പിറ്റൻസി വികസിക്കുന്നതിലും അവരുടെ കാര്യക്ഷമത വർദ്ധിക്കുന്നതിലൊക്കെ ഒരുപാട് വലിയ മുന്നേറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.